രാസവളങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിരുന്ന കൃഷിക്കാരിപ്പോൾ ഇതിലിപ്പോൾ ഇടുന്നതിനെ കടന്നു വരാൻ. അത് പക്ഷേ ഈ രാസവളവും ജൈവവളവും ഉപയോഗിക്കുമ്പോൾ വിളകൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? വിളകൾ രാസവളം ഉപയോഗിച്ചാൽ ഇപ്പം ഉടനെ തന്നെ അതിൻ്റെ ഫലങ്ങൾ വിളവിൽ കുറച്ച് കൂടുതൽ കിട്ടിയെന്ന് വന്നാലും അതിൻ്റെ ക്വാളിറ്റിയിൽ അതിൻ്റെ ഗുണത്തിൽ ജൈവവളം ഉപയോഗിച്ചാൽ കൂടുതൽ മെച്ചമുണ്ടാകുന്നുണ്ട്. പിന്നെ മാർക്കറ്റിലും വില കൂടുതൽ കിട്ടും. ജൈവ പ്രോഡക്ട്സ് ഉൽപ്പന്നങ്ങളാണെന്ന് അറിഞ്ഞാൽ അതിന് കൂടുതൽ വിലയും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് ജൈവവള സമ്പ്രദായത്തിൽ. അഡാട്ടിലെ ജൈവവിളകൾ കുടുംബശ്രീയുമായി കൈകോർക്കുമ്പോൾ അഡാട്ട് റൈസും കേരശ്രീ വെളിച്ചെണ്ണയുമായി വിപണിയിലെത്തുന്നു. കൃഷിയിൽ രാസകീടനാശിനികളുടെ ഉപയോഗം ഒഴിവാക്കി ജൈവമാർഗങ്ങൾ ഉപയോഗിച്ച് 100 മേനി വിളയിക്കുന്ന അഡാട്ടിന്റെ അടുത്ത ലക്ഷ്യം ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ സുരക്ഷിതത്വ ഗ്രാമമാകുക എന്നതാണ്. അഡാട്ട് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് നമ്മുടെ ജൂറിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. നമുക്ക് ജൂറിയിലേക്ക്. കണ്ണൻ സർ. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് കണ്ടപ്പോൾ വളരെ ഒരു സന്തോഷം തോന്നി. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? അഡാട്ട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രാഷ്ട്രീയ കക്ഷികളും ഒക്കെയുള്ള ഒരു സംയുക്തമായ ഒരു സംരംഭത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ഉത്തരം. അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. ഞാൻ വളരെ ക്ലിയറായി പറയാം. അഡാട്ട് പഞ്ചായത്തിൽ 17 പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. 9 ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും 8 പേർ CPM-മാണ്. ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഞാനും DYFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന പിന്നെ പ്രതിപക്ഷ നേതാവെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി ഉള്ള ചുരുക്കത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒറ്റക്കെട്ടാണ്. ഒരു കോംപ്രമൈസും ഈ വിഷയത്തിൽ നമുക്കില്ല. ഹെലി സർ. വളരെ ആവേശകരമായ ഒരു ചിത്രമാണ് അഡാട്ട് പഞ്ചായത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിശേഷിച്ചും കൃഷിയുടെ കാര്യത്തിൽ ഏതാണ്ട് 370 ഹെക്ടർ സ്ഥലത്ത് ജൈവ രീതിയിൽ നെല്ല് കൃഷി ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് തന്നെ പറയാം. പക്ഷേ എനിക്കറിയേണ്ട ഒരു കാര്യം, ഇതിൽ പങ്കെടുത്ത കൃഷിക്കാർക്ക് അവരുടെ ആവേശം എന്താണ്? അവർക്ക് കൂടുതൽ ആദായം ഇതിൽ നിന്ന് കിട്ടിയോ? അവരിത് തുടരുമോ? ഇത് കണ്ടിട്ട് പുതിയ ആളുകൾ അതിലോട്ട് വരുമോ? ഈ കൃഷിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഞാനും എൻ്റെ 6 വയസ്സായ മകനും ഒരു കൃഷിക്കാരനാണ്. ഞങ്ങൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ പദ്ധതി സ്വന്തം പദ്ധതി എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. തുടക്കത്തിൽ ഇവിടെ സൂചിപ്പിക്കേണ്ടായി 2002 ഇത് ആരംഭിക്കുമ്പോൾ ഒരു 40 പിന്നെ കിൻഡൽ ഫുറുഡോൺ 2005 2500ഓളം ഏക്കർ പാടത്ത് ഉപയോഗിച്ചാണ്. കീടനാശിനി പ്രയോഗവും അമിതമായ രാസവള പ്രയോഗവും ഒക്കെ പാടശേഖരങ്ങളെ വിഷമുക്തമാക്കി. അമല ക്യാൻസർ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് അഡാട്ട് പഞ്ചായത്തിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി അറിയാം. ഞങ്ങൾ അടിക്കുന്ന മരുന്നാണ് പിന്നീട് ക്യാൻസറായി. അതിനെല്ലാം അങ്ങേക്ക് സ്തുതി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പദ്ധതികൾ നടപ്പിലാകുന്നതോടൊപ്പം അയാൾക്ക് ആദായവും ലാഭവും കിട്ടണം. ഒരു വർഷം പിന്നെ പഞ്ചായത്തിൻ്റെ പ്ലാനിൽ നിന്നും ഈ പറയുന്ന നെൽകൃഷിക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നത് 20 ലക്ഷം രൂപയാണ്. അതുമാത്രമല്ല, ഘട്ടം ഘട്ടമായി ഉൽപ്പാദനം കൂട്ടി വരുന്നു. നെല്ല് വിൽക്കുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ്, 12 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് പകരമായി ഞങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ നെല്ല് നേരിട്ട് പാടത്ത് സംഭരിച്ച് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ്, നമ്മുടെ സുഗതകുമാർ ടീച്ചർ കഴിക്കുന്ന ഭക്ഷണം അഡാട്ട് റൈസാണ്. അപ്പോൾ ആ അരി പിന്നെ മാർക്കറ്റിലെത്തിക്കുകയും അതിൻ്റെ ലാഭം കൃഷിക്കാർക്ക് വീതിച്ചു കൊടുക്കാൻ ചെയ്യുന്ന ഒരു സുസ്ഥിരമായ ഒരു പഞ്ചായത്തിൻ്റെ സമ്പത്ത് നെൽകൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ ഉദാരമായി താങ്കൾ നൽകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സർക്കാർ സർവീസിലെ ക്ലാസ് 4 ജീവനക്കാരൻ ജീവിക്കുന്നത് പോലെ ജീവിക്കണമെങ്കിൽ ഒരു കർഷകൻ എത്ര ഏക്കർ നെൽകൃഷി വേണം? അഡാട്ടിലെ അനുഭവം വെച്ച് നോക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് പിന്നെ 3 ഏക്കർ നെൽകൃഷിയാണ്. ഒരു വർഷം നമുക്ക് ഏതാണ്ട് ഈ രീതിയിൽ 60 കിൻഡൽ നെല്ലാണ് കിട്ടുന്നത്. ഒരു വർഷം ഞങ്ങൾക്ക് ചിലവ് കഴിഞ്ഞ് 75,000 രൂപയോളം ഞങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയും. ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. നിങ്ങൾ അവിടെ ജൈവ കൃഷിക്ക് വേണ്ട ജൈവദ്രവ്യങ്ങൾ, ജൈവ വളങ്ങളെല്ലാം ഇപ്പോൾ കുറേയെങ്കിലും നിങ്ങളുടെ ഈ ഖരമാലിന്യ സംസ്കരണത്തിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് മതിയാവുന്നുണ്ടോ? യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടുന്ന മണ്ണിര കമ്പോസ്റ്റും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ഞങ്ങളുടെ അതുപോലെ തന്നെയുള്ള സാധനങ്ങളാണ് ഞങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് സാറിന് അറിയാം, കോൾപ്പാടം എന്ന് പറയുന്നത് 1.5 മീറ്റർ താഴെയാണ് സമുദ്രത്തിൽ നിന്ന്. തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ വളവും ഒലിച്ചു വരുന്ന പ്രദേശമാണ് അഡാട്ടെ കോളനി. വിലങ്ങൻ കുന്നിലെ മണ്ണ് ഒലിച്ചു വരുന്നുണ്ടല്ലോ, അത് തടയാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? മണ്ണ് ഒലിപ്പിനേക്കാൾ പ്രധാനമായും മണ്ണെടുപ്പാണ് നടന്നത്. അത് പഞ്ചായത്ത് ഹൈക്കോടതി വരെ പോവുകയും പൂർണ്ണമായും മണ്ണ് എടുക്കൽ തടയുകയും ചെയ്തു. പിന്നെ ആളുകളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 600 നാട്ടുമാവും തൈകളും രാമച്ചം 5 ലക്ഷം രാമച്ചമാണ് പിന്നെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നടാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പൈലറ്റ് എന്ന രീതിയിൽ കുറേ നട്ട് കഴിഞ്ഞിരിക്കുക. മറ്റു പല സ്ഥലങ്ങളിലും കേരളത്തിൽ പോയിട്ട് നമ്മൾ ഓർഗാനിക് കൃഷിയെ പറ്റി പറയുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് സർട്ടിഫിക്കേഷൻ്റെ പ്രശ്നവും മറ്റൊന്ന് അടുത്തുള്ള പാടശേഖരത്തിൽ
ഓർഗാനിക് കൃഷി അല്ലെങ്കിൽ ഇവിടെ വലിയ നഷ്ടം സംഭവിക്കുന്നും ഒക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. അടാട്ട് പഞ്ചായത്തിലെ കൃഷിക്കാരൻ്റെ സർട്ടിഫിക്കറ്റാണ് ഞങ്ങളുടെ ഉൽപ്പന്നത്തിൽ. അഡാട്ട് സർട്ടിഫിക്കേഷനിലാണ് നമ്മൾ വെക്കുന്നത്. നമ്മുടെ കൃഷിക്കാരൻ്റെ സർട്ടിഫിക്കേഷനാണ്. ഈ ഓർഗാനിക് കൾട്ടിവേഷന് പറയുമ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസസ് അക്രോസ്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങളുടെ മാത്രമല്ലാതെ കുറേ സ്ഥലത്തിൽ ദേ വുഡ് ഹാവ് ഡിഫറെൻറ്റ് പ്രാക്ടീസസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നോളജ് ഷെയറിങ്ങിൻ്റെ എന്തെങ്കിലും സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ നമ്മൾ നിങ്ങളുടെ പഞ്ചായത്തിൽ മാത്രമല്ലാതെ മറ്റ് പഞ്ചായത്തോട് ലിങ്ക്സ്? അല്ല, അത് തീർച്ചയായും മറ്റ് പ്രദേശത്തേക്ക് മാറുന്നുണ്ട്. എൻ്റെ കീഴിൽ 200ഓളം ഓർഗാനിക് ഫാമേഴ്സിൻ്റെ കൺസോർഷ്യം പാടത്ത് ഇപ്പോൾ നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് വരമ്പത്ത് നമ്മുടെ സെൻറ്റുമല്ലി ഉണ്ടല്ലോ, സെൻറ്റുമല്ലി നമ്മൾ വരമ്പത്ത് നടാൻ പോവുകയാണ്. സ്വാഭാവികമായും കീടങ്ങളെ ഒരുപാട് അബ്സോർവ് അല്ലെങ്കിൽ ആകർഷിക്കാൻ ഈ സെൻറ്റുമല്ലി കഴിയും. അപ്പോൾ ഒരു പൂവിൻ്റെ അടുത്ത വർഷം ഈ ചാത്തൻകോളിൽ സെൻറ്റുമല്ലി കൃഷി വരമ്പത്ത് നമ്മൾ തുടങ്ങാൻ പോകും. അഡാട്ടിൻ്റെ വളരെ നൂതനമായ ഇന്നോവേറ്റീവായ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ മോഡൽ കണ്ടു കഴിഞ്ഞു. നമുക്ക് ജൂറിയോട് ചോദിക്കാം അഡാട്ടിൻ്റെ പെർഫോമൻസിനെ കുറിച്ച്. കണ്ണമാഷേ, അഡാട്ടിൻ്റെ പെർഫോമൻസ് നേരത്തെ പറഞ്ഞ മാതിരി വളരെ നന്നായിരുന്നു. ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചുള്ളത് എൻ്റെ മാർക്ക് 15-ൽ 12. 15-ൽ 12 കൊടുത്തിരിക്കുന്നത്. 10-ൽ 7.5. അഡാട്ടിൻ്റെ മാതൃക വളരെ പ്രോജ്വലമാണ്. പക്ഷേ ഇനിയും വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കത് കഴിയും. ഞാൻ കൊടുക്കുന്ന മാർക്ക് 10-ൽ 7. 10-ൽ 5. അഡാട്ടിന് ടോട്ടൽ കിട്ടുന്ന മാർക്ക് 43.5 ഔട്ട് ഓഫ് 60. നിങ്ങൾ അഡാട്ട് ഗ്രാമപഞ്ചായത്ത് വികസിപ്പിച്ചെടുത്ത സുസ്ഥിര വികസന മാതൃക കണ്ടുവല്ലോ. സപ്പോർട്ട് ചെയ്യാം. SMS ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്: GKE സ്പേസ് ADT സ്പേസ് നൽകാൻ ഉദ്ദേശിക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 10 എത്ര മാർക്കാണോ അത്രയും ടു ദിസ് നമ്പർ. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എൻ്റെ കേരളം മാലിന്യമുക്തം. നമ്മുടെ അടുത്ത യാത്ര മടിക്കൈ ഗ്രാമപഞ്ചായത്തിലൂടെ. നമുക്ക് മടിക്കൈ ഗ്രാമപഞ്ചായത്തിനെ സ്വാഗതം ചെയ്യാം. മടിക്കൈ ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജൻ, കുഞ്ഞികൃഷ്ണൻ, ശശീന്ദ്രൻ, ഷാജി, വേണു നായർ. മടിക്കൈ ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് M. രാജൻ നമ്മളോടൊപ്പം വേദി പങ്കിടുന്നു. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ച് ഉണ്ടാക്കിയ പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ലോക ജനതയുടെ മുമ്പാകെ എത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അഭിമാനവും തോന്നുകയാണ്. അപ്പോൾ എന്താണെങ്കിലും മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെ വീഡിയോ നമുക്ക് കാണാം. മടക്കുള്ള അഴി എന്നത് ലോപിച്ചാണ് മടിക്കൈ ആയതെന്നാണ് സ്ഥലനാമ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഒരു പക്ഷം. ഈ ഒടിഞ്ഞു മടങ്ങിയ കുന്നുകളും അതിന്റെ ഇടയിലൂടെ ഒഴുകുന്ന തോടുകളും പുഴകളും കണ്ടാൽ ആർക്കും ഈ സ്ഥലത്തെ മടക്കുള്ള അഴി എന്ന് വിളിക്കാൻ തന്നെ തോന്നും.
അതിമനോഹരമായ ഭൂപ്രകൃതിയാണ് മടിക്കൈയുടേത്.